ഇത് ആതിരയ്ക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിയതാ. ഇഷ്ടമാണെങ്കിൽ കയ്യിലണിയണം. എനിക്കിഷ്ടാണ് 1000 വട്ടം. ഉത്തരം അനുകൂലമേ ആവുള്ളൂ എനിക്ക്. പസുമതി, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നീ പിന്നെ പോരുത്. അടുക്കളയിൽ ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ പറയുന്നു കേക്ക്. എനിക്കൊന്നും കേക്കണ്ട, എല്ലാം മനസ്സിലായി. ആതിരയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചാണ് ഇത്ര കയ്യിലണിയാൻ. പുളിങ്കപ്പത്തിന് കയറി പിടിച്ചല്ലോ, നന്നായി. നന്നായെങ്കിൽ നന്നായി. ഞാൻ അടുത്തേക്ക് വരുമ്പോ വലിയ ചവിട്ടും തൊടിയൊക്കെയായിരുന്നല്ലോ. എന്നിട്ടിപ്പോ അത് ശരി. തറുതല പറയുമായിരുന്നെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു, അറിയോ? എന്റെ പൊന്നു വസു, എനിക്കും അതെ. നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ ഈ നിമിഷം. ഇനി വസുമതിയെ പറ്റിക്കാൻ നോക്കണ്ട. ഈശ്വര, എന്ത് പറഞ്ഞാ എവളെ വിശ്വസിപ്പിക്കേണ്ടത്? വേണ്ട, കഴുത്തു മുറി. അത് മുളക് പൊടിയാണ്, അത്രേ ഉള്ളൂ. ഇതെന്തിന്? ഇപ്പൊ കാണിച്ചു തരാം. എങ്ങോട്ടേ കയറി പോണത്? അയ്യോ, എന്താ കാണിക്കുന്നത്? തിളച്ച വെള്ളമാണ്. ആയിക്കോട്ടെ, ഈ തിളച്ച വെള്ളം തലയിൽ കൂടെ ഒഴിച്ച് ഞാൻ ആത്മാഹുതി ചെയ്യാൻ പോവാ. അതല്ലാതെ എന്റെ സ്നേഹം തെളിയിക്കാൻ വേറെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് അത് ഇത് കുറച്ച് തിളച്ച വെള്ളം സ്വാമിക്ക് വേണമെന്ന്. എന്തോ ആസനം ചെയ്യാനാ. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒന്ന് കൊണ്ടുപോക്കോളാം. കൊണ്ടുപോയിക്കോളൂ. അല്ല, ഞാൻ പിന്നെ ഒന്ന് അയ്യോ, സ്വാമിക്ക് ഒരു കുറവ് ഇവിടെ വരാൻ പാടില്ല. വേഗം കൊണ്ട് കൊടുത്തോളൂ. കൊണ്ടുപോയിക്കോളൂ. ഈ പാത്രത്തിൽ കൊണ്ടുപോയിക്കോളൂ. വേഗം കൊണ്ട് കൊടുക്കും. അല്ല, ഈ തിളച്ച വെള്ളം കൊണ്ട് എന്താസനം ചെയ്യാനാ? എനിക്കറിയില്ല. എടാ പ്രേമദാസപ്പാ, ഈയിടെയായി വീടിനകത്തുള്ള നിന്റെ ചുറ്റുകളി ഞാൻ കാണുന്നുണ്ട്. ആ കംസൻ ഇതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പൊടി കാണില്ല. എന്റെയും കംസന്റെ കാര്യം പറഞ്ഞ് ഈ ശ്രീകൃഷ്ണനെ പേടിപ്പിക്കല്ലേ? ശ്രീകൃഷ്ണൻ ആയതുകൊണ്ടാണ് ഈ ഭാഗത്ത് കിടന്ന് വെല്ലസുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നിന്റെ സ്വാമി ഉണ്ടോ അവിടെ? അദ്ദേഹം എന്റെ സ്വാമി മാത്രമല്ല, ഈ ജഗത്തിന്റെ ഗുരുവാണ്. എന്നാൽ ആ ജഗദ്ഗുരുവിനോട് പറയാ, നാളെ രാവിലെ ഞാനും വൈദ്യരും കൂടി അനന്തനെ കാണാൻ പോണുണ്ടെന്ന്. ഈ വിവരം പറഞ്ഞാൽ മതിയല്ലോ. ക്യാഷ് വല്ലതും വേണ്ടി വരൂ. ചൂണ്ടിയതാണോടാ? ഏയ്, ചൂണ്ടിയൊന്നുമല്ല. ഇത് സ്വാമിക്ക് കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളമാണ്, ഐസ് വാട്ടർ. നല്ല ദാഹമുണ്ട്, കുറച്ച് ഒഴിക്കുക. ഏയ്, അത് ശരിയാവില്ല. ശരിയോ തെറ്റോന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഒഴിക്കടാ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ശരിയാവില്ല എന്ന്. എന്താ ചിരിക്കണേ? ഇപ്പഴാ മാമ്പള്ളിയുടെ പേര് ശരിയായത്. മാമ്പൊള്ളി. എരണം കേട്ടോ. ഉണന്നോ? എന്ത് സ്വപ്നം കണ്ടിട്ടാ കിടന്നിരുന്നേ? ഉറക്കത്തിൽ എന്തൊക്കെയോ പിറുവിറുക്കം ചിരിക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നല്ലോ. എന്താ അതിരെ? എന്തു പറ്റി? വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുന്നല്ലേ പറയാ? എന്ത് സ്വപ്നം കണ്ടേ? ജയദേവേട്ടനും അല്ല, ജയദേവസ്വാമിയും ഞാനും തമ്മിലുള്ള കല്യാണം. പക്ഷേ മാലയിടാൻ കയ്യിലെടുത്തപ്പോ പെട്ടെന്ന് ആരോ വിളിച്ചു. ഞെട്ടി ഉണർന്നപ്പോ വളകളൊക്കെ പൊട്ടിക്കിടക്കണു. ഇത് ദുശകുനാണോ വസു? എനിക്കറിയില്ല, സ്വാമിയുടെ തന്നെ ചോദിക്കുക. ദുശകനാന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ സത്യക്കൊള്ളൊന്നുമില്ല. നമ്മളൊന്ന് വിചാരിക്കുന്നു, ദൈവം. വേണ്ട, ഇക്കാര്യത്തിൽ ദൈവം മറ്റൊന്ന് തീരുമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മറിച്ചൊന്നും പറയരുതേ. ഒത്തിരി മോഹിച്ചു പോയി. എന്നെ വിട്ടിട്ട് പോവരുത്. കൊച്ചുകുട്ടികളെ പോലെ പെട്ടെന്ന് വെയിലത്ത് നിന്നും വന്ന് കയറിയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ആകെ ഒരു ഇരുട്ട് പോലെ. ആതിരത്തുണ്ടായിരുന്നോ? എവിടെ നിൽക്കായിരുന്നു? ഞാൻ കണ്ടില്ലല്ലോ. എടാ ഡോൾബി സന്യാസി, മിണ്ടാതെ ഈ പൂച്ചയ്ക്ക് പാല് കുടിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ഈ കുറുക്കനാണ്. മറക്കണ്ട. ഒരു കണക്കിന് അവന്മാര് നമ്മളെ ബോംബെക്ക് വിട്ടത് നന്നായി. ഇല്ലെങ്കിൽ നമ്മൾ ബാലഗോപാലിനെ കണ്ടുമുട്ടില്ലായിരുന്നല്ലോ. എനിക്ക് നിങ്ങളെയും കിട്ടില്ലായിരുന്നല്ലോ. ഇതിന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഉർവശി ശാപം ഉപകാരമായെന്ന്. ഇത് മലയാളമല്ലേ? ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മലയാളത്തിൽ പറഞ്ഞെന്നുള്ളൂ. എന്താ അടിച്ചു മാറ്റാൻ വല്ല ഉദ്ദേശമുണ്ടോ? കൊറേ നേരമല്ലോ തേച്ച് വെളുപ്പിക്കുന്നു. ഇവിടെ വെളുപ്പിക്കാന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. സ്വാമി വിളിക്കാം. സ്വാമി മാമ്പള്ളി അതങ്ങോട്ട് കൊടുക്ക. മധുരാണ്. പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി. കല്യാണത്തിനുള്ള മുഹൂർത്തവും കുറിച്ചു.
കല്യാണത്തിനോ? അപ്പൊ പെണ്ണ് കാണൽ ചടങ്ങൊന്നും ഇല്ലേ? കുട്ടി അവൻ നേരത്തെ കണ്ടിട്ടുണ്ടത്രേ. അനന്തം കോളേജിൽ ആതിരയുടെ മേജർ ആയിരുന്നു. അയ്യോ, അപ്പൊ പയ്യനെ പട്ടാളത്തിലാണോ ജോലി? എന്താ ഇത്? സീനിയർ എന്നാ മാമ്പള്ളി ഉദ്ദേശിച്ചത്. ഓ, ആ, അധികം പോക്കിനും വരവിനും സമയമില്ലാത്ത ആളാ. അവന്റെ അമ്മാവനോടൊന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല. പക്ഷേ ചെന്ന് കണ്ടപ്പോ അതൊന്നും വെറുതെ അല്ലെന്ന് ബോധ്യായി. എന്താ മാമ്പള്ളി? അതെ, ആള് സ്ഥലത്തുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോ ഡൽഹിക്ക് പുറപ്പെടാനുള്ള ഒരുക്കമായിരുന്നു. ഇനി വിവാഹത്തിന്റെ അന്ന് കാലത്തെയുള്ള വിമാനത്തിലെ തിരിച്ചു വരുള്ളൂ എന്നാ പറഞ്ഞ്. പാരമ്പര്യ ചടങ്ങുകളൊന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവന്റെ സംസാരം കേട്ടപ്പോ ഞാനങ്ങ് സമ്മതിച്ചു. മിടുക്കനാ, ബഹുമിടുക്കൻ അല്ലേ മാമ്പള്ളി? അന്നേ സിറ്റിയിലെ ശ്രീവത്സം കല്യാണ മണ്ഡപത്തിൽ വെച്ചാ കല്യാണം. തെറ്റിയില്ല. അതെ, ഡൽഹിന്നോ ബോംബെന്നോ ഒക്കെ അവന്റെ ധാരാളം സുഹൃത്തുക്കൾ വരൂത്രേ. എല്ലാവരും കൂടി പട്ടിക്കാട്ടിലേക്ക് വരാൻച്ചാ ബുദ്ധിമുട്ടാവുന്നാ പറഞ്ഞത്. എന്തായാലും സ്വാമി കുറിച്ച മുഹൂർത്തത്തിന് വിവാഹം നിശ്ചയിച്ചു. അയ്യോ, അപ്പൊ അതിനി അധികം ദിവസമില്ലല്ലോ. എന്താ സ്വാമി, തീരുമാനം തെറ്റായോ? ഇല്ല, നന്നായി. എന്തായാലും വരൻ വിവാഹത്തിനെത്തൂലോ. എന്തേ? ഞാൻ എവിടൊക്കെ തിരക്കുന്നോ? 2 സ്വാമിമാരെ കാണാൻ വന്നിരിക്കണു. സ്വാമിമാരോ? മുത്തച്ഛനെ ആദ്യം തിരക്കിയത്. ഇല്ലാന്ന് പറഞ്ഞപ്പോ സ്വാമിയെ കാണാന്ന് പറഞ്ഞു. ആ, വന്നോളാം. അതിന് പൊക്കോളൂ. പ്രേമ, പ്രേമ, പ്രേമദാസ, പ്രേമ, എന്താ ഇത്? എന്താ നിനക്ക് പറ്റിയ? ഈ ചോര എന്താടാ? എന്താ വെച്ചാ പറന്ന്? കാഷായ വേഷവും കെട്ടി ഇവിടെ സുഖിച്ച് കഴിയാണല്ലട കഴിവറ മോനെ. നീ ഇനി ഒന്നും പറയണ്ട പുല്ലേ. അന്നേ ഞങ്ങൾ പറഞ്ഞില്ലടാ, ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ആനന്ദന്റെ പേരും പറഞ്ഞ് നീ നിന്റെ കൂട്ടുകാരനും കൂടി ഞങ്ങളെ കുറെ ഓടിച്ചടാ. ഇനി നിന്നെ കൊല്ലാതെ വിടുന്ന പ്രശ്നമില്ല. സത്യം പറയടാ, ഉരുപ്പടികൾ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? 2 ദിവസം സമയം കിട്ടാ. എന്തിനാ ഇവിടെ നിന്ന് മുങ്ങാനോ? അവധി കുറെ തന്നതല്ലേ, ഇനി ഒരു മിനിറ്റ് പോലും നിനക്ക് തരുന്ന പ്രശ്നമില്ലടാ. സ്വർണ്ണം എടുത്തോടോ പൊട്ടി. ഞാൻ പറയുന്നത് കേക്ക്. അനന്തനെ കൊടുക്കാനുള്ള എല്ലാ കിണങ്ങളും ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്ക. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാണ്, 2 ദിവസം ഞാൻ ഇവിടെ വിട്ട് ഒരു സ്ഥലത്ത് പോകില്ല. അവൻ എത്തിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നിങ്ങളെ ഞാൻ അറിയിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നോ. കൊല്ലുവാൻ തന്നെ. നിർത്തരാ. 2 ദിവസം കൂടി ഇവന് കൊടുത്തേക്കാവടാ. അണ്ണാ ഇവൻ പോട്ടടാ. ഇത്രയും നാള് നമ്മൾ കാത്തില്ലേ, ഇനി 2 ദിവസം. ഞങ്ങളെ കളിപ്പിച്ചുകൊണ്ട് ഇവിടം വിടാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ ശവമേ ഇവിടുന്ന് പോവുള്ളൂ. കേട്ടോ? കള്ളനാണല്ലേ? സ്വാമിയാണെന്ന് പറഞ്ഞു, പിന്നെ CID ആണെന്ന് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ? അതിന് ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ചെമ്പരത്തിപ്പൂ ചൂടാനും വളകൾ കയ്യിൽ അണിയാനും ഒക്കെ പറഞ്ഞെന്നെ മോഹിപ്പിച്ചിട്ട്. അറിഞ്ഞുകൊണ്ട് ആരെയും ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല, കള്ളം പറഞ്ഞ് മോഹിപ്പിച്ചിട്ടില്ല. ഞാൻ കള്ളനോ CID-യോ സ്വാമിയൊന്നുമല്ല. ജയദേവൻ, മുല്ലശ്ശേരി മനക്കിലെ ജയദേവ ശർമ്മ. സർപ്പകോപം തീർക്കാനും മുജ്ജന്മ ദോഷാറ്റാനും കളമെഴുത്തും പാട്ടു ഹോമമൊക്കെ നടത്തി മുടിഞ്ഞ ഇല്ലത്തിന്റെ പടിപ്പുരയ്ക്കൽ ജപ്തി നോട്ടീസ് പതിച്ചപ്പോ എന്നെ അനാഥനാക്കിയിട്ട് എന്നേക്കുമായി എന്റെ അമ്മയും പോയി. എരിയുന്ന ചിതയ്ക്കരികിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് എന്നെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടായി. മുരുകേശൻ തട്ടാൻ. മുല്ലശ്ശേരി തറവാടിന്റെ വളർച്ചയും തളർച്ചയും കണ്ട ഒരാൾ.
ഡിഗ്രി എടുത്ത് തൊഴിൽ തെണ്ടി മടുത്തപ്പോ അദ്ദേഹം എന്നെ സ്വർണ്ണപ്പണി പഠിപ്പിച്ചു. വളർത്തച്ഛനായിട്ടല്ല, സ്വന്തം അച്ഛനായിട്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടത്. അച്ഛൻ എനിക്ക് ചന്ദ്രശേഖര മുതലാളിയുടെ ജ്വല്ലറിയിൽ ജോലി വാങ്ങി തന്നു. അവിടുത്തെ സെയിൽസ്മാൻ ആയിരുന്നു അനന്തൻ. ഈ ബില്ല് അവിടെ കാണിച്ച് ക്യാഷ് കൊടുത്താൽ മതി. ഏയ്, എന്തേത്? എന്ത്? ഇതല്ലല്ലേ എമൗണ്ട്? ഇത് തന്നെ എമൗണ്ട്. മുതലാളി ഇങ്ങനെ അറിഞ്ഞണ്ടല്ലോ. ഞാൻ നോക്കിക്കോളാം, നീ പോടാ. തൂക്കത്തില് കള്ളത്തരം കാണിച്ച് 200 രൂപ നക്കാപ്പിച്ച മേടിച്ചിട്ട് നീ എന്താ നേടിയത്? ഇത് കണ്ടോ, അരിസ്ട്രോക്രാറ്റ്. എടാ, അരിസ്ട്രോക്രാറ്റിന്റെ അർത്ഥം എന്താണെന്ന് അറിയാലോ നിനക്ക്? കുലീനൻ, അതായത് സമ്പന്നൻ. ഐ വിൽ ബിക്കം എൻ അരിസ്ട്രോക്രാറ്റ്. എനിക്കൊരു സമ്പന്നനാകണം. ജമ്മി. എന്തിനാന്ന് ചോദിക്കേ? എന്തിനാ? അതൊരു സസ്പെൻസാ. വെറും വയറ്റ് കേട്ടാ നിനക്ക് ദഹിക്കില്ല. ചെന്ന് കഞ്ഞൂടി ചേച്ചുവാ. നിന്റെ തട്ടാൻകാരനൊരു കാരണത്തിൽ കാത്തിരിക്കുന്നുണ്ടാവും. ചൽ മേരെ ഭായ്. നീ എന്തിനാ എത്ര വൈകുന്നവരെ എന്നെ കാത്തിരിക്കണേ? നേരത്തെ കഞ്ഞും കുടിച്ച് കിടന്ന് ഉറങ്ങിക്കൂടെ? വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കണ്ടല്ലേ? പഠിത്തമൊക്കെ കണക്കാ. അതിന് കാശ് ചെലവാക്കണ നേരം കൊണ്ട് ഏതെങ്കിലും ഒരുത്തരോട് ഇറക്കി വിടാൻ നോക്ക്. അങ്ങനെ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ഇറക്കി വിടാനുള്ള അല്ല അവളെ മുരുകേശൻ തട്ടാന്റെ മോളാ. പിന്നെ മുരുകേശൻ തട്ടാനെന്ന് കേട്ട ആൾക്കാര് പറഞ്ഞു എത്തുകയല്ലേ. ചന്ദ്രശേഖര മുതലാളിയുടെ നിധി കാക്കണ ഭൂതത്താനാ. പറഞ്ഞിട്ടെന്താ, മോക്കൊരു പണോടെ സ്വർണ്ണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. എടോ ഭാര്യ, നീ കനകം, എന്റെ മോള് സ്വർണം. നിങ്ങൾ രണ്ടാളും ഇവിടെ ഉള്ളപ്പോ വേറെ സ്വർണ്ണം എന്തിനാടി കനകം? അതെ അതെ. നമുക്ക് സ്വർണ്ണം ഇല്ലെങ്കിൽ എന്താ, നമ്മുടെ വീട്ടിൽ കിലോ കണക്കിന് ഇരിക്കല്ലേ തങ്കക്കട്ടികള്. വിളിച്ചു കൂവിക്കോ. ബാക്കിയുള്ളവരുടെ മനസമാധാനത്തോടെ ഒരുപോലെ കണ്ണടച്ചിട്ട് കാലം എത്രയെന്ന് അറിയോ? ഇന്നലെയും കൊണ്ടുവന്ന് കുറെ. ഓർക്കുമ്പോ പേടിയാവുക. എല്ലാം കൂടി എത്ര കിലോ ഉണ്ടെന്ന് ഇപ്പൊ എനിക്ക് തന്നെ നിശ്ചയില്ല. എനിക്ക് നല്ല നിശ്ചയമുണ്ട്. കള്ള സ്വർണ്ണ വല്ല പോലീസ് റെയ്ഡെങ്ങാനും ഉണ്ടായാ അച്ഛന് മുതലാളിയോട് പറഞ്ഞൂടെ ഇതിവിടെ സൂക്ഷിക്കാൻ പറ്റില്ലെന്ന്? എങ്ങനെ പറയാനാ? ഇന്നും ഇന്നലും തുടങ്ങിയ ഇടപാടല്ല. മുതലാളിക്ക് എന്നോട് ഇത്രയും വിശ്വാസം ഉണ്ടാവുന്നത് എനിക്കൊരു അഭിമാനമായിട്ടാ തോന്നണേ. കൊച്ചു കള്ളി, നിന്റെ ഒരു കുച്ചിപ്പൊടി നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. എടാ, തമാശ കളിക്കല്ലേ? ആരേത്? അതാണ് ഞാൻ പറഞ്ഞ സസ്പെൻസ്. ആരാണ് ഈ സുന്ദരിക്കുട്ടി എന്ന് പറ. ഫോട്ടോ ചുളിക്കല്ലേ? ഞാൻ പിന്നെ പറയാം. എന്നെ ഇതും പിന്നെ തരാം. എടാ, ഇതാണ് ആതിര. ആതിരാന്ന് വെച്ചാ എന്റെ ഭാര്യയാവാൻ പോകുന്ന പെൺകുട്ടി. സത്യം അല്ല, കള്ളം. നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഉള്ള സത്യം പറ. എടാ, സത്യമാണ്. പക്ഷെ തൽക്കാലം ഇതൊരു രഹസ്യമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന ഒരു പരമരഹസ്യം. എവിടെയുള്ളതാ കക്ഷി? എന്റെ നാട്ടുകാരിയാ. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഫോണിലൂടെയും കത്തുകളിലൂടെയും മാത്രം ഞങ്ങളുടെ മനസ്സിന്റെ മൗന നൊമ്പരങ്ങൾ പരസ്പരം ഇങ്ങനെ കൈമാറി കാത്തിരിക്കട ചങ്ങായി. ഭാഗ്യവാനേ. പിന്നെ എന്തിനാ കാമുക ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത്? നേരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഈ നാട്ടിലൊരു കിളിക്കൂട് ഞാൻ സംഘടിപ്പിച്ചുതരാം. അങ്ങനെ കിളിക്കൂട്ടിലടക്കാൻ പറ്റിയ കച്ചൊന്നല്ലടാ അവള്. അവൾക്ക് ഞാനൊരു കൊട്ടാരം പണിയും. അതിലൊരു ഉഗ്രം പള്ളിയറ, ഐ മീൻ മണിയറ. എന്തിനാന്ന് ചോദിക്കേ? എന്തിനാ? ഇറ്റ്സ് മൈ ചാലഞ്ച്. അനന്തന്റെ വാശിയാണത്. ഏട്ടൻ വന്നില്ലേ അച്ഛാ? ഇല്ല, അവൻ ആസ്പത്രി തന്നെ നിൽക്കുക. മുതലാളിക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. ഹാർട്ടിന്റെ കാര്യല്ലേ. 3ാമത്തെ അറ്റാക്കാ. കിട്ടാൻ പ്രയാസാന്നാ പറയണേ. ഇടയ്ക്കൊരു ഓർമ്മ വരുമ്പോ മക്കളെ കാണാന്ന് പറയും. ഭാർഗവനി രാഘവനെ അറിയിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. കോഴിക്കോട് നിന്നും കോയമ്പത്തൂരിൽ നിന്നൊക്കെ ആയിട്ട് അവന്മാർ എപ്പോഴങ്ങോട്ട് എത്തണാവും. ആരാ? ഞാൻ ആശാനെ. എന്താ സംഗതി ആകെ കുഴപ്പമായി. എന്തു പറ്റി? പോലീസ് റെയ്ഡിന് എത്തിയിട്ടുണ്ട്. മോലാലി ഇവിടെ സ്വർണ്ണം ഒളിപ്പിച്ചുള്ള കാര്യം അവരെങ്ങനെ അറിഞ്ഞിരിക്കുന്നു? അനന്ത, നീ എന്താ ഈ പറയണേ? ആരും ഒറ്റ കൊടുത്തതാ. എത്രയും വേഗം ഉരുപ്പിടികൾ ഇവിടുന്ന് മാറ്റണം ജയദേവൻ പറഞ്ഞു. വേഗം ആവട്ടെ. ഈ സമയത്ത് ആരെ ഇങ്ങനെ ഒറ്റ കൊടുക്കാൻ? ആരാന്നൊരു പിടിയില്ല. എന്തായാലും നേരത്തെ വിവരം അറിഞ്ഞു നന്നായി. എന്നാലും മുതലാളി അത്യാസനം നിലയിൽ കിടക്കണ നേരത്തെ ആരായി ചതി ചെയ്ത്? ആർക്കറിയാം. ഏതായാലും ലൈറ്റ് അടച്ച് ബാധടച്ച് കിടന്നു. ഞാൻ പുറകുവശം വഴി പോയിക്കോളാം. ഭഗവാനെ, ഇപ്പഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇനി മനസമാധാനായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാലോ. നിന്റെ ഒരു മനസമാധാനം. കോടിക്കണക്കിന് രൂപയുടെ സ്വർണം തേടിയാ പോലീസ് വരാൻ പോണത്. ആരാ? ഞാനാച്ചാ. മുതലാളി മരിച്ചു. ഈശ്വര. ഭാർഗവനും രാഘവനും എത്തിയിട്ടുണ്ട്.
ഇടയ്ക്കൊന്ന് കണ്ണു തുറന്നായിരുന്നു. അവരോട് എന്തോ പറഞ്ഞു. എപ്പോഴാ ഉണ്ടായത്? അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റായി കാണും. എല്ലാം കഴിഞ്ഞല്ലോ എന്റെ ഭഗവാനെ. അപ്പോ റെയ്ഡിന്റെ കാര്യം നീ എപ്പോഴാ അറിഞ്ഞ്? റെയ്ഡോ? ആ, എന്ത് റെയ്ഡ്? വല്ല പോലീസ് റെയ്ഡിന് വരണമെന്നും ഇവിടത്തെ ഉരുപ്പടികൾ മുഴുവൻ മാറ്റണമെന്നും പറഞ്ഞ് നീ ആനന്ദനയച്ചില്ലേ? ഞാനോ? ആ, അനന്തരം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഏട്ടൻ പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞ് സ്വർണം മുഴുവൻ മേടിച്ചോണ്ട് അനന്തേട്ടൻ പോയല്ലോ. ചതിച്ചോ ഭഗവതി? അച്ഛനെ മരിച്ചിട്ടുള്ളൂ, മക്കള് 2 ആള് ബാക്കിയുണ്ട്. മര്യാദയ്ക്ക് ഉരുപ്പടികൾ തിരിച്ചു തരണം. നല്ലത് വേഷം കെട്ടെടുത്താലുണ്ടല്ലോ. ഞാൻ പറയുന്നു കേക്ക് മക്കളെ. ഞങ്ങൾക്ക് ഒന്നും കേക്കണ്ട. അച്ഛന്റെ വിശ്വസ്തനായി നടന്നിട്ട് തഞ്ചം കിട്ടിയപ്പോ എല്ലാം ഒതുക്കാൻ നോക്കുന്നല്ലടാ. അയ്യോ, ഞാൻ ദൈവദോഷം പറയല്ലേ. ഒരു പണവിടെ സ്വർണം പോലും ഇതുവരെ ഈ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഇട്ടുമൂടാനുള്ള സ്വർണ്ണം മുഴുവൻ കാക്ക കൊത്തി കൊണ്ടുപോയെന്ന് പറഞ്ഞ് കൈമലത്തി കാണിക്കുന്നല്ലേ? മോനെ സത്യം പറയടാ, എവിടെയാടാ സ്വർണ്ണം ഒളിപ്പിച്ചേക്കണത്? ഒരു സ്വർണം ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. ഒന്ന് നിർത്തണ്ടോ? ഇനി എന്റെ അച്ഛനെ തല്ലരുത്. അല്പമെങ്കിലും മനുഷ്യത്വം കാണിച്ചൂടെ? 10-30 കൊല്ലം ഭൂതത്താനെ പോലെ നിങ്ങളുടെ നിധി കാത്തോണ്ടിരുന്ന മനുഷ്യനാണിത്. കണ്ണിച്ചോരല്ലാണ്ട് ഇങ്ങനെ പെരുമാറരുത്. നീയും കൂടി ചേർന്നുള്ള കളകളിയല്ലടാ. കള്ളക്കളിയല്ല. അനന്തൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും ഞങ്ങളാരും കരുതിയില്ല. എന്നിട്ട് അനന്തൻ എവിടെ? എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരാം. ദയവ് ചെയ്ത് ഈ പാവത്തിലൊന്നും ചെയ്യരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അനന്തനെ നീ എപ്പോ കൊണ്ടുവരും? ഒരാഴ്ച എനിക്ക് അവധിതാ. ശരി, ഒരാഴ്ച. അതിനുള്ളിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട ഉരുപ്പടികൾ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഒറ്റെണ്ണത്തിന്റെ ശവം പോലും ബാക്കിയാണില്ല. ആ വാണ. അച്ഛാ, ഈശ്വര, ഈ വയസ്സുകാലത്ത് കള്ളെന്നുള്ള പേര് കേൾക്കേണ്ടി വന്നല്ലോ. അച്ഛൻ വിഷമിക്കരുത്. അനന്തനെ കണ്ടുപിടിച്ച് അവന്മാരുടെ സ്വർണം ഞാൻ തിരിച്ചേൽപ്പിക്കും. ഒരാഴ്ച കൊണ്ട് നീ അവനെ എവിടുന്ന് കണ്ടുപിടിക്കും മോനെ? ഞാൻ കണ്ടുപിടിക്കും. അച്ഛന്റെ ജയദേവനെ പറയണേ. നിന്റെ അച്ഛൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. നീ അത് തെളിയിക്കണം. തെളിയിക്കും. ഞാൻ തെളിയിക്കും അച്ഛാ. പക്ഷേ ഒരാഴ്ച പോലും കാത്തിരിക്കാൻ ആ മനസ്സിന് കരുത്തുണ്ടായിരുന്നില്ല. എന്നേക്കുമായി ഈ ഭൂമിയോട് തന്നെ യാത്ര പറഞ്ഞ് അച്ഛൻ പോയി. ആ ആത്മാവിനോടുള്ള കടപ്പാട് തീർക്കാൻ സാധിച്ചില്ലേ പിന്നെ എന്റെ ജന്മം കൊണ്ട് ഒരർത്ഥമില്ല. ആതിരയിലൂടെ അനന്തനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതി. അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ വേഷം കെട്ടലൊക്കെ, അല്ലാതെ ആരെയും വേദനിപ്പിക്കാനൊന്നുമില്ല. അനന്തനുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു പറിച്ചെടുക്കാൻ പറ്റണതല്ലോ, മനസ്സിൽ തനിയെ തോന്നേണ്ടതല്ലേ. ആരെ കണ്ടുപിടിക്കാനാണെങ്കിലും ഞാൻ കൂട്ടു നിൽക്കാം. പക്ഷെ അതിനെ ഒരിക്കലും മറക്കരുത്. അതിരെ, ഐ എം റിയലി സോറി. ആതിര പറഞ്ഞത് നേരാ. ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞ ആർക്കും പിടിച്ചു പറിക്കാൻ പറ്റില്ലല്ലോ. ബോധ്യായി, എനിക്കിപ്പോ ശരിക്കും ബോധ്യായി. സോറി. ഭാർഗവനും രാഘവനും നിങ്ങൾ ഒറ്റുകൊടുത്ത് ഞാനാ. പക്ഷെ ഇങ്ങനെ ഒരു ട്രാജഡി സ്റ്റോറി നിങ്ങൾക്കുണ്ടാവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സോറി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അതല്ലാതെ ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല. സ്വാമി, അല്ല ജയദേവ, രാമദാസ, ഒരുപാട് ഉപദ്രവം ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അറിവില്ല പാവിയാണെന്ന് കരുതി ഓർക്കണം. അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ. എന്റെ മനസ്സിന്റെ കൺട്രോള് കൈവിട്ടിട്ടാ. വരട്ടെ.